ലോക ചെറുകഥാ സാഹിത്യത്തിൽ എന്നെന്നും ഓർമ്മിക്കപ്പെടേണ്ട ഒരു കഥാകാരനാണ് ആന്റൺ ചെക്കോവ്. കാലാതിവർത്തിയായ കഥകളാണ് ചെക്കോവിൻ്റേത്. മനുഷ്യൻ സാഹിത്യത്തെ തേടുന്ന കാലത്തോളം അനശ്വരനായിരിക്കുക തന്നെ ചെയ്യുന്ന ചെക്കോവിൻ്റെ ഒരു കഥ നമുക്കിന്ന് കേൾക്കാം. പന്തയം. അത് ഇരുണ്ടൊരു ശരൽക്കാല രാത്രിയായിരുന്നു. കിഴവനായ ആ ബാങ്കർ തൻ്റെ പഠനമുറിയിൽ തലങ്ങും വിലങ്ങും നടന്നുകൊണ്ട് 15 വർഷങ്ങൾക്ക് മുൻപത്തെ ഒരു ശരൽക്കാല സന്ധ്യയിൽ താൻ നടത്തിയ ഒരു വിരുന്നിനെപ്പറ്റി ഓർത്തു. അന്ന് അവിടെ ഒരുപാട് ബുദ്ധിശാലികൾ ഒത്തുചേർന്നിരുന്നു. രസകരങ്ങളായ ചർച്ചകളും ഉണ്ടായി. മറ്റു വിഷയങ്ങൾക്കിടയ്ക്ക് അവർ വധശിക്ഷയെക്കുറിച്ചും സംസാരിച്ചു. അതിഥികൾക്കിടയിൽ പത്രപ്രവർത്തകരും ബുദ്ധിജീവികളും ഉണ്ടായിരുന്നു. അവരിലേറിയ പങ്കും വധശിക്ഷയ്ക്കെതിരായാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. വധശിക്ഷ പ്രാകൃതവും അധാർമികവും ആണെന്നും ക്രൈസ്തവ സമുദായത്തിന് ചേർന്നതല്ലെന്നും അവർ വിശ്വസിച്ചു. എവിടെയായാലും വധശിക്ഷ നിരോധിക്കപ്പെടണമെന്നും പകരം 1000 അന്തമുള്ള തടവു ശിക്ഷയാണ് അഭികാമ്യമെന്നുമായിരുന്നു അവരുടെ തീർപ്പ്. ഞാൻ നിങ്ങളോട് യോജിക്കുന്നില്ല, ആതിഥേയനായ ബാങ്കർ ഇടപെട്ടു. വധശിക്ഷയോ ജീവപര്യന്തം തടവോ തമ്മിൽ ഏതാണ് ഭേദമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നോർത്താൽ വധശിക്ഷ തന്നെയാണ് ഭേദം. അതാണ് കൂടുതൽ ധാർമ്മികവും മനുഷ്യത്വപരവും. വധശിക്ഷ ഒരുവനെ പൊടുന്നനെ ഇല്ലാതാക്കുന്നു. എന്നാൽ ജീവപര്യന്തം തടവ് അവനെ സാവധാനം ഇഞ്ചിഞ്ചായി ഇല്ലായ്മ ചെയ്യുന്നു. ഏത് വിധി പ്രസ്താവിക്കുന്നയാളാണ് കൂടുതൽ മനുഷ്യത്വത്തോടെ വിധിക്കുന്നയാൾ? പൊടുന്നനെയുള്ള മരണത്തിന് വിധിക്കുന്നയാളോ, അതോ കുറ്റവാളി 1000 അന്തമുള്ള തടവും പേറി അനേക വർഷങ്ങളിലൂടെ ജീവിതം വലിച്ചിഴച്ച് നരകിച്ചു മരിക്കണമെന്ന് വിധിക്കുന്ന ആളോ? ഇരുവരും ഒരേപോലെ ധാർമ്മികർ തന്നെ, അതിഥികൾ നിരീക്ഷിച്ചു. ഇരുവരുടെയും ലക്ഷ്യം ഒന്നു തന്നെയാവും: ജീവിതം പറിച്ചെടുക്കുക. ഭരണകൂടം ദൈവമൊന്നുമല്ല. അത് ആഗ്രഹിക്കുമ്പോൾ പുനഃസ്ഥാപിക്കുവാനാകാത്ത ഒന്ന് പറിച്ചെടുക്കുവാൻ ഭരണകൂടത്തിന് അവകാശമില്ല. അതിഥികൾക്കിടയിൽ 25 വയസ്സ് വരുന്ന ഒരു വക്കീലുണ്ടായിരുന്നു. അയാളുടെ അഭിപ്രായം ആരായപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു, 1000 തടവും വധശിക്ഷയും രണ്ടും ഒരുപോലെ അധാർമികം തന്നെ. പക്ഷേ ഇവയ്ക്കിടയിൽ ഒന്ന് തിരഞ്ഞെടുക്കുവാൻ എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ 1000 തടവ് ശിക്ഷ തിരഞ്ഞെടുക്കും. ജീവിച്ചിരിക്കുക എന്നത് മരിക്കുന്നതിനേക്കാൾ ഭേദമാണ്. വളരെ ജീവത്തായ ഒരു സംഭാഷണം അതേ തുടർന്നുണ്ടായി. ആ കാലങ്ങളിൽ യുവത്വവും ഓജസ്സും മുറ്റിനിന്നിരുന്ന ബാങ്കറെ വക്കീലിന്റെ അഭിപ്രായം വിസ്മയാധീനനാക്കി. അദ്ദേഹം മുഷ്ടി ചുരുട്ടി മേശപ്പുറത്തിടിച്ച് ആ യുവാവിനെതിരെ ആക്രോശിച്ചു. ശരിയല്ലത്. 5 വർഷത്തോളം ഏകാന്ത തടവ് അനുഭവിക്കാൻ നിങ്ങൾക്കാവില്ലെന്ന് പന്തയം വെക്കാൻ ഞാൻ ഒരുക്കമാണ്. 2 കോടി പന്തയം. നിങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ കരുതുന്നുവെങ്കിൽ ഞാൻ ആ പന്തയം ഏറ്റെടുക്കാൻ തയ്യാറാണ്. 5 അല്ല, 15 വർഷം ഏകാന്ത തടവ് അനുഭവിക്കാനും ഞാൻ ഒരുക്കമാണ്. 15 ശരി, ഞാൻ തയ്യാർ. ബാങ്കർ ഒച്ചയെടുത്തു. മാന്യരെ, ഞാൻ 2 കോടി പന്തയം വെക്കുന്നു. സമ്മതിച്ചോ? നിങ്ങൾ 2 കോടി പന്തയം വെക്കുന്നു. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യവും. അഭിഭാഷകനായ ചെറുപ്പക്കാരൻ സമ്മതിച്ചു. അതെ, ആ വന്യവും അസംബന്ധവുമായ പന്തയം നടപ്പിലായി. തനിക്ക് തന്നെ കണക്കില്ലാതിരുന്ന കോടികളുടെ ആസ്തിയാൽ വഷളായിപ്പോയ ആ ബാലിശ പ്രകൃതിയായ ബാങ്കർ ഈ പന്തയത്തിന്റെ കാര്യത്തിൽ അതിശയം കൊണ്ടു. അത്താഴം വിളമ്പിക്കഴിഞ്ഞപ്പോൾ ബാങ്കർ വക്കീലിനോട് തമാശയെന്നോണം ഇങ്ങനെ പറഞ്ഞു, എടോ, സമയം ഇനിയുമുണ്ട്. പറഞ്ഞതിനെപ്പറ്റി ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. എന്നെ സംബന്ധിച്ചിടത്തോളം 2 കോടി നിസാരമാണ്. എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും 3-4 വർഷങ്ങൾ തന്നെ നഷ്ടപ്പെടും. ഞാൻ 3-4 എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അതിനപ്പുറം പോകാനാവില്ലെന്നറിയാമെന്നതിനാലാണ്. അസന്തുഷ്ടനായ മനുഷ്യ, സ്വേച്ഛയാ ഏറ്റെടുക്കുന്ന ഏകാന്ത തടവ് നിർബന്ധിത തടവിനേക്കാൾ വളരെ ദുസ്സഹമായിരിക്കും. തനിക്ക് എപ്പോൾ വേണമെങ്കിലും തടവിൽ നിന്ന് പുറത്തു പോകാൻ അവകാശമുണ്ടെന്ന ചിന്ത കാരാഗൃഹത്തിലുള്ള നിങ്ങളുടെ ജീവിതത്തെ ആകമാനം വിഷമയമാക്കുകയും ചെയ്യും. എനിക്ക് നിങ്ങളെപ്പറ്റി ദുഃഖം തോന്നുന്നു. ഇത്രയും ഓർത്തതിനു ശേഷം ആ ബാങ്കർ പഠനമുറിയിൽ നടന്നുകൊണ്ട് തന്നെ ആത്മഗതം ചെയ്തു. എന്തായിരുന്നു ആ പന്തയത്തിന്റെ ലക്ഷ്യം? ആ ചെറുപ്പക്കാരൻ സ്വന്തം ജീവിതത്തിൽ നിന്നും 15 വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയതിലും ഞാൻ 2 കോടി വലിച്ചെറിഞ്ഞതിലും എന്തായിരുന്നു നന്മ? വധശിക്ഷ 1000 ഏകാന്ത തടവിനേക്കാൾ ഭേദമാണെന്ന് എമ്മട്ടില്ലെങ്കിലും ഭേദമാണോ അല്ലയോ എന്ന് തെളിയിക്കുവാൻ കഴിഞ്ഞുവോ? ഇല്ല. അത് അത്രയും അർത്ഥരഹിതവും അസംബന്ധവുമായി പോയി. എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അസ്ഥിരബുദ്ധിയും അതിലാളനയാൽ വഷളാക്കപ്പെട്ടവനുമായ ഒരുവനിൽ നിന്നും ഉണ്ടായതാണ്. അയാളുടെ പക്ഷത്തു നിന്നാണെങ്കിൽ ധനത്തിനു വേണ്ടിയുള്ള വെറും ആർത്തി മാത്രവും. പിന്നീട് ആ സായന്തനത്തിൽ എന്താണ് ഉണ്ടായതെന്ന് അയാൾ ഓർമ്മിച്ചു. ബാങ്കറുടെ തൊടിയിലെ പഴയ ഭൃത്യഗൃഹങ്ങളിലൊന്നിൽ കർശനമായ മേൽനോട്ടത്തിന് കീഴിൽ ആ യുവാവ് തടവിന്റെ വർഷങ്ങൾ കഴിച്ചുകൂട്ടണമെന്ന് തീരുമാനിക്കപ്പെട്ടു. 15 വർഷങ്ങളോളം ആ യുവാവ് ലോഡ്ജിന്റെ ചവിട്ടുപടികൾ വിട്ട് അപ്പുറം പോകുവാനോ മനുഷ്യരെ കാണുവാനോ അവരുടെ സ്വരം കേൾക്കുവാനോ കത്തുകളോ പത്രങ്ങളോ കൈപ്പറ്റുവാനോ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയില്ലെന്ന വസ്തുത യുവാവ് അംഗീകരിച്ചു. അയാൾക്ക് ഒരു സംഗീതോപകരണം സൂക്ഷിക്കാം.
പുസ്തകങ്ങളും. അയാൾക്ക് കത്തുകൾ എഴുതാം, വീഞ്ഞു കഴിക്കാം, ധൂമപാനം ചെയ്യാം. കരാറിന്റെ നിയമങ്ങൾ അനുസരിച്ച് അയാൾക്ക് ബാഹ്യലോകവുമായുള്ള ഒരേയൊരു ബന്ധം ഈ പ്രത്യേക ഉദ്ദേശ്യത്തിനായി ഒരു ചുവരിൽ ഉണ്ടാക്കപ്പെട്ട ചെറു ജനാലയിലൂടെ മാത്രമായിരുന്നു. അയാൾ ആഗ്രഹിക്കുന്ന പുസ്തകങ്ങൾ, സംഗീതം, വീഞ്ഞ്, എന്തും ഏതളവിലും അയാൾക്ക് ലഭിക്കും. പക്ഷേ ആ ജനാലയിലൂടെ മാത്രം. അയാളുടെ തടവ് തികഞ്ഞ ഏകാന്തതയിൽ ആഴ്ത്താൻ പാകത്തിൽ അത്യന്തം കർശനമായിരുന്നു കരാറിലെ ഓരോ ചെറു വിശദാംശം പോലും. 1870 നവംബർ 14 12 മണി മുതൽ 1885 നവംബർ 14 12 മണിവരെയായിരുന്നു, അതായത് 15 വർഷങ്ങൾ ആ യുവാവ് തടവിന് ബാധ്യസ്ഥനാവേണ്ടിയിരുന്നത്. വ്യവസ്ഥകളെ ഉല്ലംഘിക്കുന്നതിന് അയാളുടെ ഭാഗത്തുനിന്നുണ്ടാകാവുന്ന ചെറു ശ്രമങ്ങൾ പോലും സ്വതന്ത്രനാകേണ്ടതിന് 2 മിനിറ്റ് മുമ്പ് മാത്രമാണ് ആ ശ്രമങ്ങളെങ്കിൽ കൂടി ബാങ്കറെ 2 കോടി തടവുകാരന് നൽകണമെന്നുള്ള നിബന്ധനയിൽ നിന്നും വിമുക്തനാക്കും. തടവുകാരൻ തയ്യാറാക്കിയ ചെറുകുറിപ്പുകളിൽ നിന്നും മനസ്സിലാകുന്നത് തടവറയിലെ ആദ്യ വർഷം കൊടിയ ഏകാന്തതയും നൈരാശ്യവും അയാളെ ബാധിച്ചു എന്നതാണ്. രാത്രിയോ പകലോ എന്ന ഭേദമില്ലാതെ ആ വർഷം അത്രയും തടവറയിൽ നിന്നും പിയാനോയുടെ നാദം ഉയർന്നു കേട്ടിരുന്നത്രേ. പുകയും വീഞ്ഞും അയാൾ വേണ്ടെന്ന് വെച്ചു. വീഞ്ഞ് മോഹങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നുവെന്ന് അയാൾ എഴുതി. മോഹങ്ങളാണ് ഒരു തടവുകാരന്റെ യഥാർത്ഥ ശത്രുക്കൾ. കൂടാതെ ഏറ്റവും നല്ല വീഞ്ഞ് കഴിച്ചിട്ട് സുഹൃത്തുക്കളെ കാണാൻ കഴിയാതിരിക്കുക എന്നതാണ് ഏറ്റവും കഠിനമായ വൈരസ്യം. പുകയിലപ്പുക അയാളുടെ മുറിയിലെ അന്തരീക്ഷം ദുഷിപ്പിച്ചു. ആദ്യ വർഷം അയാൾ കൊണ്ടുവരാൻ നിർദ്ദേശിച്ച പുസ്തകങ്ങൾ ലഘുസ്വഭാവമാർന്നവ മാത്രമായിരുന്നു. സങ്കീർണമായ പ്രേമം, പ്രമേയമാക്കി എഴുതപ്പെട്ട നോവലുകൾ, വൈകാരികവും ഭ്രമാത്മകതയുമുള്ള കഥകൾ, അങ്ങനെ. 2ാം വർഷം ആ ഭൃത്യവാസഗൃഹത്തിൽ നിന്നും പിയാനോയുടെ സ്വരമേ കേൾക്കാനില്ലാതെയായി. തടവുകാരൻ ഒന്നാന്തരം ഗ്രന്ഥങ്ങൾ മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. 5ാമത്തെ വർഷം സംഗീതവീചികൾ വീണ്ടും കേൾക്കായി. തടവുകാരൻ വീഞ്ഞ് ആവശ്യപ്പെടുകയും ചെയ്തു. ജനാലയിലൂടെ നോക്കിയവർ പറഞ്ഞത് ആ വർഷം മുഴുവനും തടവുകാരൻ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും മാത്രം ചെയ്തുകൊണ്ട് കോട്ടുവാവിട്ടും അവനവനോട് തന്നെ കയർത്ത് സംസാരിച്ചുകൊണ്ടും കിടക്കയിൽ കഴിച്ചുകൂട്ടിയെന്നുമാണ്. അയാൾ ആ വർഷം പുസ്തക പാരായണം ചെയ്തില്ല. ഇടയ്ക്ക് രാത്രികളിൽ മണിക്കൂറുകളോളം എഴുതാനിരിക്കുമായിരുന്നു. രാത്രിയിൽ എഴുതിക്കൂട്ടിയത് അത്രയും പിറ്റേന്ന് രാവിലെ കീറിക്കളയുകയും ചെയ്യും. 1ലേറെ തവണ അയാൾ കരയുന്നതും കേൾക്കാമായിരുന്നു. 6ാം വർഷത്തിന്റെ 2ാം പകുതിയിൽ ആ തടവുകാരൻ വിശ്രമരഹിതമായി അന്യഭാഷകൾ, തത്വശാസ്ത്രം, ചരിത്രം എന്നിവ അഭ്യസിക്കുന്നതിൽ മുഴുകി. ആകാംക്ഷാപൂർവം അയാൾ സ്വയം പഠനത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അയാൾ ആവശ്യപ്പെട്ട പുസ്തകങ്ങൾ എത്തിക്കുകയെന്നത് ബാങ്കറെ സംബന്ധിച്ച് ക്ലേശമാവുക പോലും ഉണ്ടായി. പിന്നീടുള്ള 4 വർഷങ്ങൾക്കകം അയാളുടെ അപേക്ഷയനുസരിച്ച് ഏതാണ്ട് 600ഓളം പുസ്തകങ്ങൾ സംഘടിപ്പിക്കേണ്ടി വന്നു. ആയിടെയാണ് താഴെ ചേർക്കുന്ന കത്ത് ബാങ്കർക്ക് തന്റെ തടവുകാരനിൽ നിന്നും ലഭിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ജയിലർ, 6 ഭാഷകളിൽ ഞാൻ നിങ്ങൾക്ക് ഈ വരികൾ കുറിക്കുന്നു. ഈ ഭാഷകൾ അറിയാവുന്നവരെ കാണിച്ചു നോക്കൂ, അവരിത് വായിക്കട്ടെ. ഇവയിലൊരു തെറ്റുപോലും കണ്ടെത്തുവാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ തൊടിയിൽ വന്നു നിന്ന് നിങ്ങളൊരു വെടിയുതിർക്കണം. വെടിശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്റെ ശ്രമം അത്രയും പാഴായില്ലെന്ന് എനിക്ക് മനസ്സിലാവും. കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള പ്രതിഭാശാലികൾ എവിടെ ഏതൊക്കെ ദേശങ്ങളിൽ ജീവിച്ചിരുന്നവരായാലും അവരിൽ എരിഞ്ഞിരുന്ന നാളം ഒന്നു മാത്രമായിരുന്നു. അവർ ഉപയോഗിച്ച ഭാഷകൾ വ്യത്യസ്തങ്ങളായിരുന്നുവെങ്കിലും എന്ത് അലൗകികമായ ആഹ്ലാദമാണ് എൻ്റെ ആത്മാവിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ. തടവുകാരന്റെ ആഗ്രഹം നിറവേറ്റപ്പെട്ടു. തൊടിയുടെ നടുവിൽ നിന്ന് 2 വെടികൾ ഉതിർക്കുവാൻ ബാങ്കർ ആജ്ഞാപിച്ചു. 10ാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ തടവുകാരൻ നിശ്ചലനായി മേശയ്ക്കരികിലിരുന്ന വേദപുസ്തകം മാത്രം വായിക്കുക പതിവാക്കി. പക്ഷേ 4 വർഷങ്ങൾ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ മാത്രം മുഴുകിയിരുന്ന ഒരുവൻ 1 വർഷം മുഴുവനും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ചെറു പുസ്തകത്തിൽ ചെലവഴിക്കുന്നുവെന്ന കാര്യം ബാങ്കർക്ക് അത്ഭുതത്തിന് വക നൽകി. തന്റെ തടവുകാലത്തിന്റെ അവസാനത്തെ 2 വർഷങ്ങളിൽ ആ തടവുകാരൻ യാതൊരു വിവേചനവും കൂടാതെ അനേകം വിഷയങ്ങളിലുള്ള അനേകം ഗ്രന്ഥങ്ങൾ വായിച്ചു തള്ളി. ഒരു വേള അയാൾ പ്രകൃതിശാസ്ത്രങ്ങൾ സംബന്ധിച്ച പുസ്തകങ്ങളാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ പിന്നീട് ആവശ്യപ്പെടുക ബൈറൺ, ഷേക്സ്പിയർ തുടങ്ങിയവരുടെ രചനകളായിരിക്കും. ആയിടെ തന്നെ രസതന്ത്രം, ഔഷധ സംബന്ധമായ ഒരു ലഘുഗ്രന്ഥം, ഒരു നോവൽ, തത്വശാസ്ത്രമോ ദൈവശാസ്ത്രമോ സംബന്ധിച്ച പ്രബന്ധങ്ങൾ എന്നിവയും കുറിപ്പുകളിലൂടെ ആവശ്യപ്പെട്ടു. കപ്പൽ ചിതത്തിൽപ്പെട്ട് നീന്തിക്കൊണ്ടിരിക്കുന്നവൻ താൻ കണ്ടെത്തുന്ന ഓരോ ലോഹാവശിഷ്ടങ്ങളിലും കയറിപ്പിടിച്ച് രക്ഷപ്പെടാൻ ഉഴറുന്നതുപോലെയായിരുന്നു ആ തടവുകാരന്റെ വായന. പിന്നീട് ബാങ്കർ തുടർന്നുണ്ടായതൊക്കെയും സ്മരിച്ചു. നാളെ 12 മണിക്ക് അയാൾ സ്വസ്വാതന്ത്ര്യം വീണ്ടെടുക്കും. ഉടമ്പടി അനുസരിച്ച് ഞാൻ അയാൾക്ക് 2 കോടി നൽകണം. ഞാൻ പണം നൽകുകയാണെങ്കിൽ അതോടെ എന്നെ സംബന്ധിച്ച് സകലതും തീരും. ഞാൻ പൂർണ്ണമായും പാപ്പരാകും, നശിക്കും.
15 വർഷങ്ങൾക്ക് മുമ്പ് ബാങ്കർക്ക് സ്വന്തം ആസ്തികളെപ്പറ്റി കണക്കെടുക്കാൻ പോലും കഴിയാത്ത നിലയായിരുന്നു. ഇന്ന് തന്റെ ആസ്തികളോ അഥവാ കടങ്ങളോ ഏതാണ് കൂടുതലെന്ന് സ്വയം ചോദിക്കുവാൻ പോലും അയാൾ ഭയപ്പെടുന്ന നിലയെത്തിക്കഴിഞ്ഞിരുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഹതാശനായി ചൂതാടിയും വലിയ ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെട്ടും ഉണ്ടായ ശോഭപ്രകൃതി പോകെ പോകെ അയാൾക്ക് കൈവടിയാൻ കഴിയാതെയായി. അങ്ങനെ അയാളുടെ ഭാഗ്യവും പൊങ്ങച്ചവും നഷ്ടപ്രായമായി. ഭയരഹിതനും ആത്മവിശ്വാസമുള്ളവനുമായിരുന്ന ബാങ്കർ മിതത്വം പാലിക്കുവാൻ നിർബന്ധിതനായി. മുതൽ മുടക്കിലുള്ള ചെറിയ കയറ്റിറക്കങ്ങൾ പോലും അയാളെ വിറകൊള്ളിച്ചു. നശിച്ച പന്തയം. ആ വൃദ്ധൻ തന്റെ തല കൈകളിൽ താങ്ങി നിരാശയോടെ പറഞ്ഞു, ആ മനുഷ്യൻ എന്തുകൊണ്ട് മരിച്ചില്ല? അയാൾക്കിപ്പോൾ 40 വയസ്സുള്ളൂ. എന്റെ അവസാന ചില്ലിയും അയാൾ കൈക്കലാക്കും. അയാൾ വിവാഹം കഴിക്കും, ജീവിതം ആസ്വദിക്കും, എക്സ്ചേഞ്ചിൽ ചെന്ന് ചൂതാടും. അപ്പോഴൊക്കെ അസൂയയോടെ ഒരു ഭിക്ഷുവെ പോലെ എനിക്ക് അയാളെ നോക്കി നിൽക്കേണ്ടി വരും. എല്ലാ ദിവസവും അയാളിൽ നിന്നും ഒരേ വാക്കുകൾ തന്നെ എനിക്ക് കേൾക്കേണ്ടിയും വരും. എന്റെ ആനന്ദത്തിന് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ സഹായിക്കട്ടെയോ? പാടില്ല, വളരെ ഏറിപ്പോയി എല്ലാം. അപമാനത്തിൽ നിന്നും പാപ്പരത്വത്തിൽ നിന്നും എനിക്ക് മുക്തി നേടണമെങ്കിൽ ഒരു വഴി മാത്രമേയുള്ളൂ, ആ മനുഷ്യന്റെ മരണം. 3 മണിയടിച്ചു. അത് ബാങ്കർ കേട്ടു. ആ വീട്ടിൽ സർവരും ഉറക്കമായിരുന്നു. പുറത്ത് തണുത്തുറഞ്ഞ തരുനിരകളുടെ മർമ്മരമല്ലാതെ മറ്റൊന്നും കേൾക്കാനുണ്ടായിരുന്നില്ല. 15 വർഷങ്ങളായി തുറന്നിട്ടില്ലാത്ത ആ ഭൃത്യവാസഗൃഹത്തിന്റെ താക്കോൽ തീപിടിക്കാത്ത സേഫിൽ നിന്നും ശബ്ദമുണ്ടാക്കാതെ ബാങ്കർ പുറത്തെടുത്തു. മേലങ്കി എടുത്തണിഞ്ഞ് അയാൾ വീടിനു പുറത്തിറങ്ങി. തൊടിയിൽ ഇരുട്ടും തണുപ്പും മുറ്റി നിന്നിരുന്നു. മഴ വീഴുന്നുണ്ട്. തുളച്ചു കയറുന്ന മ്ലാനമായൊരു കാറ്റ് തൊടിയിൽ അലയുന്നുമുണ്ട്. വൃക്ഷങ്ങൾക്ക് വിശ്രമം കൊടുക്കുകയില്ലെന്ന മട്ടിൽ ആ കാറ്റ് മുരണ്ടുകൊണ്ടിരുന്നു. ബാങ്കർ ആയാസത്തോടെ നോക്കി. നിലമോ വെളുത്ത പ്രതിമകളോ വൃക്ഷങ്ങളോ ആ ഭൃത്യവാസഗൃഹം തന്നെയോ അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ലോഡ്ജ് നിന്നിരുന്ന സ്ഥലത്തെത്തി ബാങ്കർ കാവൽക്കാരനെ വിളിച്ചു. മറുപടിയൊന്നും ഉണ്ടായില്ല. കാലാവസ്ഥയിൽ നിന്നും രക്ഷ നേടാൻ കാവൽക്കാരൻ അടുക്കളയിലോ ചെടികൾ സൂക്ഷിക്കുന്ന ഇടത്തോ കിടന്നുറങ്ങുന്നുണ്ടാവുമെന്ന് വ്യക്തമായിരുന്നു. എന്റെ ലക്ഷ്യം ഞാൻ സാധ്യതപ്രായമാക്കുന്നുവെങ്കിൽ സംശയം കാവൽക്കാരന്റെ ചുമലിൽ തന്നെയാവും ആദ്യം വന്നു വീഴുക. ഇരുട്ടിൽ ചവിട്ടുപടികൾക്കായി പരതിയ അയാൾ ലോഡ്ജിന്റെ പ്രവേശന ദ്വാരത്തിലെത്തി. ചെറിയ വരാന്തയിലേക്ക് സ്വയം വഴിതെളിച്ചുകൊണ്ട് അയാൾ ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചു. അവിടെ ആരുമേ ഉണ്ടായിരുന്നില്ല. അവിടെ വരാന്തയിൽ ഒരു ചെറുകട്ടിൽ കാണപ്പെട്ടു. പക്ഷേ അതിൽ കിടക്കയൊന്നും ഇല്ലായിരുന്നു. ഒരു മൂലയിൽ കരിപിടിച്ച ഒരു ഇരുമ്പു സ്റ്റൗവും കിടന്നിരുന്നു. തടവുകാരന്റെ മുറിയുടെ വാതിലുകൾ ഭദ്രമായി ബന്ധിക്കപ്പെട്ടിരുന്നു. വൃദ്ധൻ കിളിവാതിലിലൂടെ വളരെ ഭയപ്പെട്ടും വിറച്ചും ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി. മേശക്കരിയിലായി അയാൾ ഇരിപ്പുണ്ട്. ഒരു മെഴുതിരി ആ മുറിയിൽ മ്ലാനമായി കത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. തടവുകാരന്റെ പിൻവശവും കൈകളും തലമുടിയുമല്ലാതെ മറ്റൊന്നും ബാങ്കർക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. മേശപ്പുറത്ത് മാത്രമല്ല 2 കസേരകളിലും മേശയ്ക്ക് കീഴിലെ പരവതാനിയിലും തുറന്നുവച്ച പുസ്തകങ്ങൾ കിടന്നിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞു. തടവുകാരൻ ഒരിക്കൽ പോലും അനങ്ങുകയുണ്ടായില്ല. 15 വർഷങ്ങളിലെ ഏകാന്ത തടവ് അയാളെ നിശ്ചലനായി ഇരിക്കുവാൻ അഭ്യസിപ്പിച്ചിരുന്നു. ബാങ്കർ ജനാലയ്ക്കൽ തന്റെ വിരൽ കൊണ്ട് ലഘുവായി തട്ടി നോക്കി. തടവുകാരൻ ഒന്നുമേ പ്രതികരിച്ചില്ല. ബാങ്കർ അതീവ ശ്രദ്ധയോടെ ബന്ധിക്കപ്പെട്ടിരുന്ന വാതിലുകളുടെ മുദ്ര പൊളിച്ചു കളഞ്ഞ് താക്കോൽ ദ്വാരത്തിൽ താക്കോൽ കടത്തി. തുരുമ്പി പിടിച്ച് താഴെ ഒരു പരുഷ ശബ്ദമുണ്ടാക്കി. അതിവേഗത്തിൽ ഓടിവരുന്ന പാദപതന സ്വരങ്ങളും ഒരു മുറവിളിയും ബാങ്കർ പൊടുന്നനെ പ്രതീക്ഷിച്ചുവെങ്കിലും 3 മിനിറ്റുകൾ കഴിഞ്ഞിട്ട് മുമ്പത്തെ പോലെ നിശബ്ദത തന്നെ മുറിയിൽ അവശേഷിച്ചു. അകത്തേക്കു കടക്കാൻ അയാൾ മനസ്സിനെ തയ്യാറാക്കി. സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനായ ഒരാൾ മേശയ്ക്കരികിൽ ഇരുന്നിരുന്നു. അസ്ഥികൾക്ക് ചുറ്റും തൊലി തൂങ്ങി ഒരു അസ്ഥികൂടം പോലെ തോന്നിച്ചു ആ രൂപം. ഒരു സ്ത്രീയുടേതുപോലെ മുടി നീണ്ടു ചുരുണ്ടു കിടന്നു. കീഴ്ത്താടിയല്ല സ്ഥൂല രോമാവൃതമായിരുന്നു. അതിൽ മണ്ണിന്റെ വർണ്ണം കലർന്ന തരം ഒരു മഞ്ഞയായി കഴിഞ്ഞിരുന്നു അയാളുടെ മുഖം. കവിളുകൾ കുഴിഞ്ഞുകിടന്നു. പിൻഭാഗം മെലിഞ്ഞ് നീളം കൂടിയുമിരുന്നു. അയാൾ തല താങ്ങി വെച്ചിരുന്ന കൈ വളരെ ശോഷിച്ചും മൃദുവായും കാണപ്പെട്ടു. അതിൽ ഒന്ന് നോക്കുകയെന്നത് തന്നെ ഭയമുളവാക്കുമായിരുന്നു. തലമുടിയിൽ നര കയറി പറ്റിയിട്ടുണ്ട്. അയാളുടെ വളരെ പ്രായം തോന്നിപ്പിച്ച ശോഷിച്ച മുഖം കണ്ടാൽ അയാൾക്ക് 40 വയസ്സേ ഉള്ളൂ എന്ന് ആർക്കും വിശ്വസിക്കാനാകുമായിരുന്നില്ല. അയാൾ ഉറക്കത്തിലായിരുന്നു. അയാളുടെ മേശയിൽ ചായ്ച്ചു വെക്കപ്പെട്ടിരുന്ന ശിരസിനരികിലായി ഒരു കുറിപ്പ് കിടക്കുന്നത് ബാങ്കറുടെ ശ്രദ്ധയിൽപ്പെട്ടു. നല്ല കൈപ്പടയിലായിരുന്നു എഴുതപ്പെട്ടിരുന്ന വാക്കുകൾ. പാവം, ബാങ്കർ കരുതി. അയാൾ ഉറക്കത്തിലാണ്. കോടികൾ സ്വപ്നം കാണുകയാവും. പകുതി മരിച്ചു കഴിഞ്ഞ ഈ മനുഷ്യനെ ഞാൻ എടുത്ത് കിടക്കയിലേക്ക് വലിച്ചെറിഞ്ഞ് സാവധാനം തലയിണ കൊണ്ട് ശ്വാസം മുട്ടിക്കേണ്ടതേയുള്ളൂ. വന്യമായ മരണത്തിന്റെ ഒരു ലക്ഷണവും ഏറ്റവും ന്യായാനുവർത്തിയായ വിദഗ്ധന് പോലും ലഭിക്കുകയില്ല. പക്ഷെ അതിനു മുമ്പ് ഈ കുറിപ്പിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കാം. ബാങ്കർ മേശപ്പുറത്തു നിന്നും കുറിപ്പെടുത്ത് ഇങ്ങനെ വായിച്ചു: നാളെ 12 മണിക്ക് എന്റെ തടവ് ജീവിതം അവസാനിക്കും. മറ്റുള്ളവരോടൊപ്പം ചേർന്ന് പെരുമാറുന്നതിനുള്ള അവകാശം സിദ്ധിക്കുകയും ചെയ്യും. എന്നാൽ ഈ മുറി വിട്ടിറങ്ങി സൂര്യപ്രകാശം കാണുന്നതിന് മുമ്പ് നിങ്ങളോട് അല്പം ചില വാക്കുകൾ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. വളരെ തെളിഞ്ഞ ബോധത്തോടെയാണ് ഞാൻ പറയുന്നത്.
എൻ്റെ സംരക്ഷകനായ ദൈവത്തിൻ്റെ മുന്നിലെന്നോണം ഞാൻ ജീവിതത്തെയും ആരോഗ്യത്തെയും സ്വാതന്ത്ര്യത്തെയും വെറുക്കുന്നു. നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ലോകത്തെ നല്ലതെന്ന് വാഴ്ത്തപ്പെട്ടിരിക്കുന്ന സർവ്വതിനെയും ഞാൻ വെറുക്കുന്നു. 15 വർഷങ്ങളോളം ഉദ്ദേശ്യപൂർവ്വം ഞാൻ ഈ ലോകത്തെക്കുറിച്ച് പഠിച്ചു. ഞാൻ അത്രയും നാൾ ഭൂമിയെയോ അതിലെ മനുഷ്യരെയോ കണ്ടിരുന്നില്ല. എന്നാൽ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലൂടെ ഞാൻ സുഗന്ധമുള്ള വീഞ്ഞ് പാനം ചെയ്തു. ഞാൻ ഗാനങ്ങൾ ആലപിച്ചു. കാടുകളിലെ കരടികളെയും ആൺമാനുകളെയും വേട്ടയാടി സ്ത്രീകളെ പ്രേമിച്ചു. നിങ്ങളുടെ കവികളുടെയും പ്രതിഭാശാലികളുടെയും മാന്ത്രികതയാൽ സൃഷ്ടിക്കപ്പെട്ട അതിലോലമായ മേഘങ്ങളെപ്പോലുള്ള സുന്ദരികൾ രാത്രികളിൽ എന്നെ സന്ദർശിച്ചു. അവർ എൻ്റെ ശ്രവണേന്ദ്രിയങ്ങളിൽ പകർന്ന വിസ്മയജനകങ്ങളായ കഥകൾ എൻ്റെ പ്രജ്ഞയെ ചുഴലിയിലാഴ്ത്തി. നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലൂടെ ഞാൻ ഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടികൾക്ക് മുകളിൽ നടന്നു. അവിടെ നിന്നുകൊണ്ട് സൂര്യോദയം ഞാൻ കണ്ടു. സായാഹ്നങ്ങളിൽ പ്രകാശം ആകാശമേഖലയിലും സമുദ്രത്തിലും ലയം കൊള്ളുന്നതും കണ്ടു. പർവ്വതങ്ങളുടെ ഉച്ചിയിൽ അരുണവും സ്വർണമയവുമായ പ്രകാശപാളികൾ നിറഞ്ഞു. മിന്നൽ പിണരുകൾ എൻ്റെ ശിരസിന് പിന്നിൽ നിന്നും പാളിവന്ന് മേഘങ്ങളെ പിളർത്തിക്കളയുന്നതും ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ കണ്ടു. അവിടെ നിന്നുകൊണ്ട് ഞാൻ ഹരിതം നിറഞ്ഞ വനങ്ങൾ, പാടശേഖരങ്ങൾ, നദികൾ, തടാകങ്ങൾ, നഗരങ്ങൾ എന്നിവയൊക്കെ കണ്ടു. ഞാൻ മത്സ്യകന്യകമാരുടെ ഗാനാലാപനം കേട്ടു. ആട്ടിടയന്മാരുടെ കുഴൽവിളികൾ കേട്ടു. ദൈവത്തെപ്പറ്റി എന്നോട് ചർച്ച ചെയ്യാൻ താഴേക്കു പറന്നിറങ്ങി വന്ന ചെകുത്താന്മാരുടെ ചിറകുകളിൽ ഞാൻ സ്പർശിച്ചു. നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലൂടെ നിലയറ്റ പാതാളങ്ങളിലേക്ക് ഞാൻ സ്വയം വലിച്ചെറിഞ്ഞു. പ്രതിഭാസങ്ങൾ പ്രദർശിപ്പിച്ചു. നഗരങ്ങൾ ചുട്ടരിച്ചു. പുതിയ മതങ്ങൾ പ്രസംഗിച്ചു. എല്ലാ സാമ്രാജ്യങ്ങളെയും കീഴടക്കി. നിങ്ങളുടെ പുസ്തകങ്ങൾ എനിക്ക് ജ്ഞാനം പകർന്നു. അവിശ്രാന്തമായ മനുഷ്യപ്രജ്ഞ യുഗാന്തരങ്ങളിലൂടെ സൃഷ്ടിച്ചതെല്ലാം എൻ്റെ തലച്ചോറിൻ്റെ ഒരു ചെറുവൃത്തത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞു. എനിക്കറിയാം, ഇന്ന് മറ്റാരേക്കാൾ അറിവ് എനിക്കുണ്ടെന്ന്. ഞാൻ നിങ്ങളുടെ ഗ്രന്ഥങ്ങളെയും വെറുക്കുന്നു. ഈ ലോകത്തിന്റെ അനുഗ്രഹങ്ങളെയും ജ്ഞാനത്തെയും ഞാൻ വെറുക്കുന്നു. എല്ലാം പാഴാണ്, ക്ഷണികമാണ്, മായയാണ്, മരുമരീചിക പോലെ വഞ്ചകമാണ്. നിങ്ങൾ അഹങ്കാരിയും അറിവുള്ളവനും നന്മയുള്ളവനുമായിരിക്കാം. പക്ഷേ മൃത്യു ഈ ഭൂമുഖത്തു നിന്നും തറ തുറക്കുന്ന ഒരു എലിയെപ്പോലെ എന്നോണം നിങ്ങളെ മായ്ച്ചു കളയും. പോരാ, നിങ്ങളുടെ ഐശ്വര്യം, ചരിത്രം, അനശ്വരരായ പ്രതിഭകൾ എന്നിവയെല്ലാം ഭൂഗോളവുമായി ചേർന്നുറഞ്ഞോ എരിഞ്ഞോ ഒന്നായി തീരും. നിങ്ങൾ യുക്തി നഷ്ടപ്പെട്ട് തെറ്റായ പാതകൾ തിരഞ്ഞെടുക്കുന്നു. സത്യത്തിനു പകരം നുണയെ നിങ്ങൾ പരിഗണിക്കുന്നു. സൗന്ദര്യത്തിനു പകരം വൃത്തികേടിനെയും. നിങ്ങൾ വിസ്മയാവഹ ഗുണവിശേഷങ്ങളായി ആപ്പിൾ മരങ്ങളിലും ഓറഞ്ച് ചെടികളിലും പഴങ്ങൾക്കു പകരം പൊടുന്നിനെ തവളയും ഗൗളിയും വിളഞ്ഞാൽ അതിനെ കരുതും. പനിനീർ പൂക്കളിൽ നിന്നും വിയർക്കുന്ന കുതിരയുടെ ദുർഗന്ധം വമിക്കുന്നതും നിങ്ങൾ നന്നെന്ന് കരുതും. സ്വർഗത്തിനു പകരം ഭൂമിയെ കൈമാറ്റം ചെയ്യുന്ന നിങ്ങളെ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു. ഞാൻ നിങ്ങളെ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ടൊക്കെയാണോ ജീവിക്കുന്നത് അവയെയൊക്കെ ഞാൻ വെറുക്കുന്നുവെന്ന് കാണിക്കുവാൻ ഞാൻ ഒരു കാര്യം നടപ്പിൽ വരുത്താം. ഞാൻ ഒരിക്കൽ പറുദീസയ്ക്ക് സമ്മാനമായി കരുതിയ ആ 2 കോടി ഞാനിതാ പരിത്യജിക്കുന്നു. ആ പണത്തെയും ഞാനിപ്പോൾ വെറുക്കുന്നു. ആ പണത്തിനുള്ള അവകാശം എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിന് നിശ്ചിത സമയത്തിന് 5 മണിക്കൂർ മുമ്പ് ഞാൻ ഇവിടം വിട്ടു പൊയ്ക്കളയുവാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഉടമ്പടി ലംഘിച്ചുവെന്ന് വരുത്തി തീർക്കാമല്ലോ. വായിച്ച ശേഷം ബാങ്കർ ആ കുറിപ്പ് മേശപ്പുറത്ത് നിക്ഷേപിച്ചു. ആ വിചിത്ര മനുഷ്യന്റെ ശിരസിൽ ബാങ്കർ ചുംബിച്ചു. കരഞ്ഞുകൊണ്ട് അയാൾ ആ ഭൃത്യവാസഗൃഹം വിട്ട് പുറത്തിറങ്ങി. തനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച് ഏറ്റവും ഭാരിച്ച നഷ്ടമുണ്ടായപ്പോൾ മാത്രമേ ഇത്രയേറെ സ്വാത്മാവിനോട് അയാൾക്ക് പക തോന്നിയിട്ടുള്ളൂ. അയാൾ വീട്ടിലെത്തിയ പാടെ കിടക്കയിലേക്ക് വീണെങ്കിലും കണ്ണീരും വികാര വൈവശ്യവും മൂലം കുറെ മണിക്കൂറുകളോളം ഉറക്കം കിട്ടിയില്ല. പിറ്റേന്ന് രാവിലെ വീട്ടുകാവൽക്കാരൻ വിളറിയ മുഖത്തോടെ ഓടിയെത്തിയ ശേഷം ഭൃത്യഗൃഹത്തിൽ കഴിഞ്ഞിരുന്ന ആൾ ആ ജനൽ വഴി പുറത്തിറങ്ങി തൊടിയിലേക്കെത്തി ഗേറ്റിംഗിലേക്ക് ഓടി അപ്രത്യക്ഷനായി എന്ന് ബാങ്കറോട് പറഞ്ഞു. ഭൃത്യരോടൊപ്പം ബാങ്കർ ഉടനെ തന്നെ അവിടേക്ക് ചെന്ന് അയാൾ സ്ഥലം വിട്ടുവെന്നത് ഉറപ്പുവരുത്തി. അനാവശ്യ സംസാരങ്ങൾ ഉയരുന്നതിന് തടയിടാനായി ബാങ്കർ ആ കുറിപ്പ് മേശപ്പുറത്തുനിന്ന് എടുത്തു. തടവുകാരൻ പന്തയത്തുക പരിത്യജിക്കുന്നുവെന്നായിരുന്നല്ലോ ആ കുറിപ്പിലെ വരികൾ. വീട്ടിലെത്തിയ പാടെ അയാൾ ആ കുറിപ്പ് തീപിടിക്കാത്ത സേഫിൽ ഭദ്രമായി വെച്ചുപൂട്ടി.